CJP പ്രതിഷേധത്തിലെ പോലീസ് നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിൽ പരിക്കേറ്റ പോലീസുകാരുടെ കുടുംബാംഗങ്ങൾ നൽകിയ ഹർജികളും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. പ്രതിഷേധങ്ങളെ നേരിടാൻ പോലീസിന് മതിയായ സൗകര്യം ഭരണകൂടം നൽകിയോ എന്നതിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകും. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന പെല്ലറ്റ് ഗൺ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നേക്കും. ശ്യാം ദേവരാജുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശ്യാം, ഈ വലിയ പ്രതിഷേധം, അതിനിടയ്ക്കുണ്ടായ പോലീസ് നടപടി, അത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷം അതൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയിട്ടുള്ള പോലീസിന്റെ അതിക്രമം എന്ന രീതിയിൽ തന്നെ. എന്തായാലും ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഹർജി വരികയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രീ, ഗുഡ് മോർണിംഗ്. CJP പ്രതിഷേധത്തിലെ പോലീസ് നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഇന്നലെ ഈ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. അപ്പോഴാണ് ഈ പ്രതിഷേധക്കാർ പോലീസിനെ ആക്രമിച്ചു, അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഈ പോലീസുകാരുടെ കുടുംബാംഗങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ സാഹചര്യത്തിലാണ് ഇത് വിശദമായി പരിശോധിക്കാൻ വേണ്ടി സുപ്രീം കോടതി ഇന്നത്തേക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുക. പ്രതിഷേധങ്ങളെ നേരിടാൻ പോലീസിന് മതിയായ സൗകര്യം ഭരണകൂടം നൽകിയോ, ദില്ലി പോലീസിന് കേന്ദ്ര സർക്കാർ നൽകിയോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരിക്കണമെന്ന് ഇന്നലെ തന്നെ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേന്ദ്ര സർക്കാർ കാര്യത്തിലുള്ള വിശദീകരണം മറുപടി നൽകുകയും ചെയ്യും. പ്രതിഷേധക്കാർക്ക് നേരെയുള്ള പോലീസ് നടപടിക്കെതിരെ കടുത്ത നിരീക്ഷണമാണ് ഇന്നലെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നടത്തിയത്. പ്രത്യേകിച്ചും ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം നിഷേധിക്കാനാവില്ല, ഒപ്പം പ്രക്ഷോഭത്തെ നേരിടണമെന്ന് കരുതി പോലീസിന് അമിതാധികാരം പ്രയോഗിക്കാനാവില്ല എന്നതടക്കമുള്ള നിരീക്ഷണങ്ങൾ, വിമർശനങ്ങൾ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഹർജി ഇന്നലെ നൽകിയതാണ്. അത് ഈ പാർലമെന്റ് CJPയുടെ പാർലമെന്റ് മാർച്ചിനിടെ ദില്ലി പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിരുന്നു. ഇത്തരം പെല്ലറ്റ് പതിച്ച് ഒരു 19കാരന്റെ ഒരു കണ്ണിന്റെ കാഴ്ചയടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്, ജീവിക്കാനുള്ള അവകാശത്തിന് വിരുദ്ധമാണ്. ഇത്തരം പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത് നിരോധിക്കണം, സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത് നിരോധിക്കണം എന്നടക്കമുള്ള ആ ആവശ്യമുള്ള ഹർജിയും ഇന്നൊരു പക്ഷേ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നേക്കും. ഇത് പരിഗണന പട്ടികയില്ല, പക്ഷെ സ്വാഭാവികമായും അഭിഭാഷകർ ഈ ഹർജി കൂടി ഒപ്പം പരിഗണിക്കണം. പോലീസ് നടപടിക്കെതിരായ ഹർജിയാണ്, അതുകൊണ്ട് തന്നെ ഒപ്പം പരിഗണിക്കണമെന്ന ആവശ്യം ഉയർത്തുകയും ചെയ്യും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ഈ ഹർജികളെല്ലാം പരിഗണിക്കുന്നത്. ഓക്കെ, എന്തായാലും വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള അതിക്രമം, അതിലുള്ള ഹർജിയുണ്ട്. ഒപ്പം പോലീസുകാരുടെ കുടുംബാംഗങ്ങൾ നൽകിയ ഹർജിയും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.